ഹലോ ഗായ്സ്, നമുക്ക് ചട്നി ബാക്കി വന്ന എന്ത് ചെയ്യണ്ടേന്ന് പറഞ്ഞിട്ട് കളയണ്ട. അപ്പം നമുക്ക് അതിനെ കൊണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. ചട്നി കുറച്ച് എടുത്തിട്ടുണ്ട്, ബാക്കി വന്ന് ചട്നി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കടലമാവ്, ഒരു സ്പൂണ് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിന് അലിയിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി എടുക്കാം കേട്ടോ. അപ്പോൾ ആ പച്ചക്കറിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് പച്ചക്കറി എടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കാം. വെന്ത ശേഷം നമുക്ക് തക്കാളി 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കഷ്ണത്തിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. എരിവും നമ്മൾ ചട്നിയിലുണ്ട്, ഉപ്പും ചട്നിയിലുണ്ട്, അതിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി കഷ്ണമൊക്കെ വെന്ത ശേഷം നമുക്ക് ഈ 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കുക. ചട്നി നമ്മൾ ബാക്കി വന്നാൽ കളയുമല്ലോ, അപ്പോൾ അതൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനോട് കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ കലക്കി വെച്ചതുണ്ടല്ലോ, അതൊന്ന് ഇട്ടിട്ട് കലക്കി വെച്ചതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ചട്നിയും കടലമാവായിട്ട് കലക്കി വെച്ചത് ഇത് നന്നായി ലൂസാവില്ല, നല്ല തിക്കായിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ കൂട്ടുകടലയൊക്കെ ഇട്ട് അരച്ചതല്ലേ. അതിന് ശേഷം കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കുക, നല്ല മണത്തിന്. നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ്, പുളി, എരിവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുക. അത് പോരാ വെച്ചാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുക, നിറയ്ക്കുക, മല്ലിയില ഇട്ട് കൊടുക്കുക. മല്ലിയുടെ ഇലയൊക്കെ മണം സൂപ്പറായിട്ടുണ്ടാകും കേട്ടോ. ഇപ്പോൾ ചൂടോടെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല തിക്കുണ്ട് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് വേണമല്ലോ. അതിന് കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക, 2 വറമുളക് ഇട്ട് കൊടുക്കുക, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ജീരകം നമുക്ക് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകും. അപ്പോൾ നന്നായി താളിച്ച് നമ്മൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഉച്ച സമയമായി, ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്താൽ നല്ല മണം ഉണ്ടാകും. ഞാൻ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാമ്പാർ സൂപ്പറായി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബായ്.